മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പരസ്യപ്രചരണം അവസാന മണിക്കൂറുകളിലേക്ക് പോകുന്നു. മഹാരാഷ്ട്രയിൽ വിജയപ്രതീക്ഷയിലാണ് മഹാവികാസ് അഘാഡിയും മഹായുതിയും. റാലികളുമായി മുതിർന്ന നേതാക്കളും രംഗത്തുണ്ട്. ശിവസേന NCP പിളർപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്ക് നിർണായകമാണ്. 288 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് മറ്റന്നാളാണ്. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നു. PR സുനിൽ, ഈ തെരഞ്ഞെടുപ്പ് സീസണിലെ അവസാനത്തെ കുട്ടിക്കലാശ ദിവസമാണ് ഇന്ന്. മഹായുതി മഹാവികാസ് അഘാഡി സഖ്യങ്ങൾ ആത്മവിശ്വാസത്തിലാണ്, അതേസമയം ആശങ്കയിലുമാണ് എന്ന് തോന്നുന്നു. മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്കൽ പൾസ് ലാസ്റ്റ് മണിക്കൂറുകളിൽ എന്താണ്? PR സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും കൊട്ടിക്കലാശത്തിന്റെ ദിനമാണ്. കേരളത്തിലേതുപോലുള്ള വലിയ ആഘോഷങ്ങളൊന്നും കൊട്ടിക്കലാശ ദിനത്തിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടാകില്ല. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയിലെ എല്ലാ നേതാക്കളും അവരുടെ മണ്ഡലങ്ങളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെയാണ് തങ്ങുന്നത്. ശരത് പവാറൊക്കെ തന്നെ ബാരാമതിയിലാണ് ഇന്ന് തങ്ങുന്നത്. അപ്പോൾ നേതാക്കൾ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തങ്ങി അവിടെ പ്രചരണം നടത്തി അവസാന വോട്ടുകൾ ഉറപ്പിക്കാനുള്ള പരസ്യപ്രചരണ നീക്കത്തിലാണ് ഇന്ന് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കളുമൊക്കെ തന്നെ. ഏതായാലും മഹാരാഷ്ട്ര എന്നത് തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. സാമ്പത്തികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ സംസ്ഥാനം ആർക്ക് അനുകൂലമായി ഇത്തവണ വിധിയെഴുതും എന്നത് വളരെ നിർണായകമാണ്. ഏതായാലും മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല ജനവിധി തന്നെയാണ്. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു വിലയിരുത്തലാകും എന്നാണ് മഹായുതി സഖ്യം പ്രതീക്ഷിക്കുന്നത്. വലിയ വാക്പോരുകൾ പ്രചരണ രംഗത്ത് നമ്മൾ ഉയർന്നു കേട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ പരാമർശം വലിയ വിവാദമായി. അത് മഹായുതി സഖ്യത്തിനകത്ത് തന്നെ വലിയ തർക്കമായി മാറിയിട്ടുണ്ട്. ഏതായാലും മഹാരാഷ്ട്രയിലെ പൊതുവെയുള്ളൊരു ചിത്രമെടുത്താൽ പല മേഖലകളിൽ പല രീതിയിലാണ് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് നാസിക് മേഖലയിലൊക്കെ ആണെങ്കിൽ ഉള്ളി കർഷകരുടെ പ്രശ്നമാണ്. നാഗ്പൂരിലെ വിദർഭ മേഖലയിലാണെങ്കിൽ അവിടുത്തെ സോയാബീൻ കർഷകരുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ മുംബൈ, പൂനെ, താനെ മേഖലകളിലാണെങ്കിൽ വ്യത്യസ്ത വിഷയങ്ങൾ. അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ആർക്ക് അനുകൂലമായി വിധിയെഴുതും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പല പാർട്ടികളും പിളർന്നു. പ്രത്യേകിച്ച് NCP രണ്ടായി പിളർന്നിട്ടുണ്ട്, ശിവസേന രണ്ടായി പിളർന്നിട്ടുണ്ട്. ഈ പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും രസകരമായ വിഷയം. രണ്ട് ശിവസേനകൾ 51 സീറ്റിലാണ് പരസ്പരം മത്സരിക്കുന്നത്. NCP ആണെങ്കിൽ ശരത് പവാറിന്റെ NCPയും അജിത് പവാറിന്റെ NCPയും തമ്മിൽ 36 മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുന്നു. ഇതിനു പുറമെ സൗഹൃദ മത്സരങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും മഹാരാഷ്ട്രയുടെ ഒരു ജനവിധി വരിക എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും 2 ദിവസം മാത്രമേ ഉള്ളൂ വോട്ടെടുപ്പിന്. 20-ാം തീയതി വൈകുന്നേരം എക്സിറ്റ് പോൾ വരും. ഹരിയാനയിലെ പോലെ എക്സിറ്റ് പോളുകൾ ചതിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്ന് അറിയാൻ. ഏതായാലും പിടികൊടുക്കാത്ത ഒരു സംസ്ഥാനം ഞാൻ കഴിഞ്ഞൊരു 20 വർഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തമായൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയാത്ത, പിടികൊടുക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാം. അരുൺ.